എന്റെ ജീവനായ, അതായത് എന്റെ പ്രാണനായ എന്റെ റിലാക്സ് ഫോർസും യൂണിവേഴ്സൽ ഹ്യൂമാനിറ്റി ഉണ്ട്. സമസ്ത പ്രപഞ്ചത്തിന് സത്യവും ധർമ്മവും ന്യായവും നീതിയും കാരുണ്യവും ഇതെല്ലാം വരുത്തോന്ന് ഞാൻ പറയുന്നത് എന്റെ ആ ഒരു യൂണിവേഴ്സൽ ഹ്യൂമാനിറ്റിക്ക് ഉണ്ടോ. ഞാൻ ഒറ്റയ്ക്ക് ഈ ഒരു വിഷ്ണു എന്നുള്ള ഒരു ചെറിയൊരു പയ്യൻ തുടങ്ങി വെച്ച് തുറത്തിരിക്കണോ? ഒരിക്കലും അല്ല. അത് പ്രപഞ്ചത്തിന്റെ ഒരു ഒഴുക്കനുസരിച്ച് പോയിക്കൊണ്ടിരിക്കണം. നമ്മളെല്ലാം കാലചക്രത്തിൽ കിടന്ന് കറങ്ങുന്ന ആൾക്കാരാ, മനുഷ്യരാണ് നമ്മളെല്ലാം. അപ്പോൾ ഈ പറയുന്ന സൃഷ്ടിയുടെ തീരുമാനമാണ് ഈ പറയുന്ന 2025 ആ ഒരു ഷിഫ്റ്റ് സംഭവിക്കുന്നതും 2026 മുതൽ സമസ്ത കാര്യങ്ങൾ ശുദ്ധമാവുന്നുള്ളതും. അപ്പൊ അതെല്ലാം പണ്ട് 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 തൊട്ട് തുടങ്ങിയത്. എന്റെ ശത്രുക്കൾ വളരെ ശക്തിയുള്ളവർ തന്നെയായിരിക്കും. അതായത് ജസ്റ്റ് ഒരു വെംസ് ആണെങ്കിലും ഈ പറയുന്ന മൾട്ടിനാഷണൽ കമ്പനീസ് ആണെങ്കിലും ഈ പറയുന്ന അമേരിക്ക ആണെങ്കിലും അവരുടെ പണം മേടിച്ചിരിക്കുന്ന ഇവിടുത്തെ വിഡ്ഢികളായ പൊളിറ്റീഷ്യന്മാർ, അല്ലെങ്കിൽ ഇംഗ്ലീഷ് പോലും അറിയാൻ പാടില്ല, അല്ലെങ്കിൽ യാതൊരു അറിവില്ലാത്ത 8ാം ക്ലാസ്സും 2ാം ക്ലാസ് എല്ലാം തോറ്റ ആൾക്കാരെല്ലാമാണ് നമ്മുടെ മന്ത്രിമാരും ഈ പറയുന്ന എല്ലാമായിട്ട് നിൽക്കുന്നത്. അപ്പൊ ഈ അടിമകളെ എല്ലാവരും അവര് പൈസ കൊടുത്ത് മേടിച്ചു. പക്ഷെ പൈസ കൊടുത്ത് മേടിക്കാത്ത കുറച്ച് ആൾക്കാരുണ്ട് എന്റെ ഒപ്പം നിൽക്കുന്നത്. അതായത് ഞാൻ ഒരു സ്പിരിച്വൽ പേഴ്സൺ ആണ്, ഞാൻ ഒരു യോഗിയാണ്, അതോടൊപ്പം തന്നെ ഞാൻ ഒരു കർമ്മയോഗിയാണ്. ഈ ഒരു വെള്ളയുടെ ഉള്ളിൽ ഒരു കറുപ്പ് കൂടിയുണ്ട്. അത് എന്റെ കൂട്ടുകാർക്കെല്ലാം അറിയാൻ പറ്റും ഞാൻ ഏത് രീതിയിൽ പോയിട്ടാണ് ഇപ്പൊ ഈ ഒരു വെള്ള വസ്ത്രം ഇട്ടിട്ട് ലോകത്തെല്ലാവരുടെ പട്ടിയസുഖം മാറ്റാൻ നിൽക്കുന്നതെന്നും അതോടൊപ്പം തന്നെ സമസ്ത പ്രപഞ്ചത്തിനും നന്മ വേണമെന്ന് ചിന്തിക്കുന്നത്. ഈ കയ്യിലൂടെ തന്നെ ഒരുപാട് അധർമ്മങ്ങളും അതോടൊപ്പം തന്നെ ഒരുപാട് വൃത്തികളും ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ അതെല്ലാം കഴിഞ്ഞു, ആ ഒരു വേർഷൻ കഴിഞ്ഞു. 25 വർഷം ആ ഒരു വേർഷൻ ഞാൻ അവസാനിപ്പിച്ചു. ഇനിയുള്ള എന്റെ വേർഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ സമസ്ത പ്രപഞ്ചത്തിനും സത്യവും ധർമ്മവും ന്യായവും നീതിയും പിന്നെ എന്റെ മകൻ വഴി റിലാക്സ് ഫോർസ് വഴി സമസ്ത പ്രപഞ്ചത്തിന് ശുദ്ധമായ ഭക്ഷണവും വായുവും വെള്ളവും എല്ലാം കൊടുത്തു കഴിയുമ്പോൾ ഈ പറയുന്ന അസുഖമൊന്നും ഇല്ലാത്ത ഒരു ഹാപ്പി ലൈഫ് എനിക്ക് കൊടുക്കണം. അതോടൊപ്പം നമ്മുടെ കുഞ്ഞുങ്ങളെല്ലാം ഈ പറയുന്ന അച്ഛനില്ല, അമ്മയില്ല, പെങ്ങളില്ല, സഹോദരങ്ങളില്ല, എങ്കിൽ അങ്ങനെ ഒരു മൃഗപരിവർത്തനം നോക്കുന്ന ആ ഒരു മാട്രിക്സ് അല്ലെങ്കിൽ ആ ഒരു അൽഗോരിതം കൂടി എനിക്കൊന്ന് കട്ട് ചെയ്യണം. ഇതെല്ലാം ഈസിലി സാധിക്കും. അപ്പോൾ എന്റെ പുറകെയുള്ളത് ആൾക്കാരും കൂടി അറിയണ്ടേ. ഞാൻ ഒറ്റക്കൊന്നും സാധിക്കില്ല. എന്റെ പുറകെയുള്ളത് ഞാൻ ഒരു സ്പിരിച്വൽ പേഴ്സൺ ആണ്. അപ്പൊ എന്റെ പുറകിലുള്ളത് സ്പിരിറ്റുകൾ തന്നെയാണ്, നല്ല ശുദ്ധമായ സോൾസ്. അപ്പൊ വേറൊന്നുമല്ല, നമ്മുടെ വേദേന്ദ്ര മഹർഷി ആണെങ്കിലും ഈ പറയുന്ന മഹാത്മാഗാന്ധി ആണെങ്കിലും ശ്രീനാരായണ ഗുരു ആണെങ്കിലും ഇവർക്കെല്ലാം ഈ ഒരു കാര്യം മുൻകൂട്ടി തന്നെ അറിയായിരുന്നു. അതായത് സമസ്ത പ്രപഞ്ചം ഇങ്ങനെ അധർമ്മികളായ തമോ ഗുണമുള്ളവരുടെ കയ്യിലാവുമെന്നും ഈ ഒരു നാട് നശിക്കുമെന്നും. അതുകൊണ്ട് തന്നെയാണ് ഗുരുദേവനും വേദേന്ദ്ര മഹർഷി എല്ലാം പറഞ്ഞത് 100-150 വർഷം കഴിയുമ്പോൾ സമസ്ത പ്രപഞ്ചം ശുദ്ധമാവും. അതിനുള്ള സമയം ആയി കഴിഞ്ഞു. അവരുടെ ആ ഒരു കാലം വെച്ച് നോക്കുമ്പോൾ ഗുരുദേവൻ പറഞ്ഞ ഒരു വർഷം കഴിയാൻ വേണ്ടി 2 വർഷം കൂടി ഉള്ളൂ. 2027 ആകുമ്പോൾ 100 വർഷമാകും ഗുരുദേവൻ പറഞ്ഞ. അപ്പൊ ആ ഒരു സമയമാകുമ്പോൾ എല്ലാം തെളിഞ്ഞു വരുമെന്ന് ഞാൻ പറഞ്ഞത്. നമ്മുടെ സയന്റിസ്റ്റ് ആണെങ്കിൽ ഈ പറയുന്ന ന്യൂട്ടൺ, ഈ പറയുന്ന ടെസ്ല, ഈ പറയുന്ന എലോൺ മസ്ക്, ഈ പറയുന്ന സയന്റിസ്റ്റ് എല്ലാം വെറും ഡമ്മീസ് കളിയാണ്. നമ്മുടെ ആ ഒരു വലിയ വലിയ വേദങ്ങളും ജ്ഞാനങ്ങളും എല്ലാം ഉള്ള മഹർഷിമാര് അല്ലെങ്കിൽ പറയുന്ന മുനികൾ തന്നെയാണ് ഏറ്റവും മഹത്തായിട്ട് ആൾക്കാർ. അപ്പൊ അതെല്ലാം എനിക്ക് മനസ്സിലായി. ഞാനും ഒരു വേദജ്ഞനാണ്. അതായത് ഭഗവത്ഗീതയാണെങ്കിലും ഉപനിഷത്തുകളാണെങ്കിലും ഇതെല്ലാം ഞാൻ പഠിച്ചിട്ടുണ്ട്. അതുവഴി തന്നെയാണ് സമസ്ത പ്രപഞ്ചത്തിന്റെ അസുഖം എല്ലാം ഞാൻ മാറ്റുമെന്ന് ഈ മെഡിക്കൽ സെക്ടറിന് ഞാൻ വെല്ലുവിളിക്കുന്നത്. കാരണം ഈ പറയുന്ന ബയോമാഗ്നറ്റിസം, ഈ പറയുന്ന ലൈഫ് ഫോഴ്സും ഹ്യൂമൻ മൈൻഡും ഹ്യൂമൻ ബോഡി എന്താണെന്നെല്ലാം എനിക്കറിയാം. അപ്പോൾ അതെങ്ങനെ പെർഫെക്റ്റ് ആക്കും എന്നുള്ള കാര്യം എനിക്കറിയാൻ സാധിക്കും. അതെല്ലാം എനിക്ക് സാധിച്ചത് ഈ പറയുന്ന 1958 മുതൽ തുടങ്ങിയിരിക്കുന്ന ഈ ഒരു സംഭവങ്ങൾ കൂടിയാണ്. അപ്പോൾ ഇതെല്ലാം തുടങ്ങുന്നത് സമസ്ത പ്രപഞ്ചത്തിന് നന്മയ്ക്ക് വേണ്ടി തന്നെയാണ്. അപ്പോൾ ഇതെല്ലാം നടക്കും. ഞാൻ വെറുതെ ഇരുന്ന് കൊടുത്താൽ മതി, ഇതിങ്ങനെ ഒഴുകി ഒഴുകി പോയിക്കോളൂ. അപ്പോൾ ഇതുപോലെ ശുദ്ധമായ ആത്മാക്കൾ എൻ്റെ അടുത്തേക്ക് വരുന്നതാണ്.